എൻ്റെ പേരെന്താ നിങ്ങളെ? രമേ. അപ്പോൾ വീട്ടിലാരും ഇല്ലേ? ആ, അപ്പോൾ ഇവിടെ റോഡ് നടക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്താ ഇതിപ്പോൾ ഇവിടെ ക്ലീൻ ആക്കുക? മൊത്തം റോഡൊക്കെ ക്ലീൻ ചെയ്യാണ് പണി? വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇപ്പോൾ എത്ര പ്രായമുണ്ട്? പ്രായം എത്ര ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക്? വയസ്സായിട്ടില്ലേ? ഫ്രണ്ട്സ്, ബുള്ളറ്റ് വാനാണ്. ഞാൻ കൊടുങ്ങല്ലൂരിന് തൃശ്ശൂർ പോണ റൂട്ടാണ്. അപ്പോൾ ഊരകം എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? ഊരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണിയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇത് സൈഡൊക്കെ ഇൻ്റർലോക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു അമ്മൂമ്മ ചെവി കേൾക്കൂലാന്ന് തോന്നുന്നു. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ആയതുകൊണ്ട് പ്രേക്ഷകരായിട്ട് നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കാണിക്കാം. ഇവിടെ ചൂല് കാര്യങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളല്ലേ? പിന്നെ സൈഡിൽ റോഡ് സൈഡിൽ കാണുന്നേ ലോട്ടറി ടിക്കറ്റുകൾ പേപ്പറുകളൊക്കെ ഇങ്ങനെ പിന്നെ എടുത്തിട്ട് നടക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ പോണത്. അത് എടുത്തിട്ട് ഓരോ കല്ലെടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 100 രൂപ അല്ല ഒരു 50 രൂപ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ചൂല് കാണുന്നുണ്ട്. എല്ലാ പേപ്പർ പാറി കാറ്റത്ത് പറന്ന് പോകാതിരിക്കാതെ തോന്നുന്നു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ വണ്ടി സൈഡാക്കിയത്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ നാടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് തോന്നുന്നത്. ഇവിടെയൊക്കെ മറ്റു പേപ്പർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞതാണ് കേട്ടോ. നമ്മൾ പിന്നെ മനുഷ്യന്മാരായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർ വലിച്ചെറിഞ്ഞതാണ്, റോഡ് സൈഡിലേക്ക് എറിയുന്നതാണ്. ഇതുപോലെ ഒരുപാട് പേപ്പറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തായിട്ട് വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിനെ അമ്മൂനെ കണ്ടിട്ട് ഒരു ഏട്ടന് വെള്ളവും പിന്നെ ഇതൊക്കെ കൊണ്ടുവന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏട്ടൻ അവിടെ പോവായിരുന്നു അല്ലേ? ഞാൻ കാലത്തോട്ട് കണ്ടു നോക്കിയതാ. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് പോകുമ്പോ അവിടെ നിന്ന് മുട്ടുകുത്തി ആണെങ്കിൽ അതെ, മുട്ടുത്തി അതിനെ കണ്ടിട്ടാണ് ഞാൻ വണ്ടി സൈഡാക്കിയത്. അല്ല, മുട്ടുകുത്തി കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കുഴപ്പം പഴവും വെള്ളം കൂടി കൊണ്ടു കൊടുക്കണം. ഭക്ഷണം കൊടുത്തു. ഈ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു 50 രൂപ കല്ല് വെച്ചിട്ടുണ്ട്. അതന്നെ പറഞ്ഞത്. അതേ പറഞ്ഞതൊക്കെ നമ്മൾ മനുഷ്യന്മാർ ഇത് കാണിക്കുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാർ വലിച്ചെറിഞ്ഞിട്ടുള്ളതാണ്. പറയുമ്പോൾ ഇവിടെ അത്രയും വൃത്തിയിൽ ഈ റോഡ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്റർലോക്കൊക്കെ പഴിച്ചിട്ടുള്ളതാണ്. നമ്മൾ കഴിയുന്നതും നമ്മളൊക്കെ വേസ്റ്റ് നമ്മളെ വാഹനങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എന്താ പഴം കഴിച്ച പഴം? ഏട്ടൻ്റെ പേരെന്താ? നിങ്ങളുടെ പേരെന്തേനു? എൻ്റെ പേര് ജസ്റ്റിന്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും വളരെ സന്തോഷം. കണ്ട് ഇവരൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയി വരാൻ തോന്നുന്നല്ലേ? പോവാണല്ലേ? ഓക്കെ 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 ഓക്കെ. പേപ്പർ അതുപോലെ പേപ്പറുകളൊക്കെ കല്ലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആരൊക്കെ ഉണ്ട് അമ്മേ? മക്കളൊക്കെ ഉണ്ടോ? ഒരു പെൺകുട്ടിയോ? അവരെവിടെ അല്ലേ? ആൺകുട്ടിയാണല്ലേ? ഈ തൃശ്ശൂർ ഈ ഊരകം ഭാഗത്ത്, അതായത് ഈ പിന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു കുപ്പി വെള്ളം കുടിച്ചില്ലേ? ഭർത്താവോ? അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ആയോ? ഞാൻ പറഞ്ഞു നിങ്ങക്ക് പറ്റില്ല, നിങ്ങൾ പൊക്കോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം സെറ്റാക്കി കൂടെ? നിങ്ങൾ ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ? ഒരു കുപ്പിയിൽ പിന്നെ ഈ ജസ്റ്റ് ചേട്ടൻ ഒരു കുപ്പി വെള്ളം കൊടുത്തു. ആ ഒരു കുപ്പി വെള്ളം ഇനിയിപ്പോൾ ഒരു പഴം കൊടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടല്ലേ? പഴം കഴിക്കും. പഴം ഒന്ന് കഴിക്കും. പഴം കഴിക്കും. മോളാരെ കൂടെ? അപ്പോ
ഭർത്താവ് വീടുണ്ടോ സ്വന്തമായിട്ട് നിങ്ങൾക്ക്? ഒക്കെ നല്ല വെയില് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അപ്പൊ അവള് ആ തണലിലോട്ട് കമ്പനിയിലായിരുന്നേ. ആ അവന് പിന്നെ രാജിവെച്ച് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അമ്മേന്റെ പേരെന്താ ആരാ? നിങ്ങളെ? എൻ്റെ രമ. ഓക്കെ ഓക്കെ. നീത മോള്. ആ അവിടെ തള്ളത്ത് പോയിരിക്കണ, തള്ളത്തേക്ക് പോണ അവിടെ നമ്മളെ വെയില് ഭയങ്കരമായിട്ട് വെയില് വരും. പിന്നെ മക്കളെ ബന്ധുക്കളെ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മളെ പ്രായമായിട്ടില്ല അമ്മമാർ നമുക്കൊക്കെ ജന്മം തന്നവരാണ്. നമ്മളൊക്കെ എത്രത്തോളം ആവാനുള്ള കാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇങ്ങനെയൊന്നും വഴിയിൽ ഉപയോഗിച്ച് പോകാൻ ഇത്രയും ദാരുണമായിട്ടുള്ള സംഗതിയെ കാണുമ്പോൾ ഇതൊക്കെ വളരെ ദയനീയമാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ജസ്റ്റിസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളിപ്പം അവരെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നിട്ടാണ് ഇപ്പം ഒരു വെള്ളവും പഴം കൊടുത്ത് ഒരു കുപ്പി വെള്ളം അവർ വലിച്ചു വെച്ച്. നല്ല ചൂടാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അവർക്ക് എന്താ വേണ്ടത് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഇപ്പോൾ അവിടെ തണലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മൾ പല സ്ഥലത്തായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, അതുപോലെ തന്നെ ഈ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് കാണാം ടൗണുകളൊക്കെ അടിച്ചു വരുന്നവർ, അതുപോലെ തന്നെ വൃത്തിയാക്കുന്ന ആളുകളൊക്കെ. അവർക്കൊന്നും ലാഭം കിട്ടിയിട്ടോ എന്തെങ്കിലും കിട്ടിയിട്ടോ പ്രതിഫലം ഉണ്ടായിട്ടല്ല. പക്ഷേ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സാക്ഷരതയിലും അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ മുൻപന്തിയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത്തരം ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് വളരെയധികം നമുക്ക് നമ്മളെ പ്രബുദ്ധ കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനൊക്കെ ഒരു അപമാനമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ചേട്ടൻ്റെ പേരെന്താ? ബ്രോൻ്റെ പേരെന്താ? വിനീത്. മലയാളിയാ? അതെ. ഓക്കെ ഓക്കെ. വിനീത്. നമ്മൾ അങ്ങോട്ട് മാറില്ല അമ്മ കേട്ടോ. ആ തണലത്തേക്ക് മാറി ഇരിക്കട്ടോ. ഇങ്ങനത്തെ ഒന്നും പെറുക്കണ്ട. അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്യട്ടെ കേട്ടോ. അവിടെ ഒരു 50 രൂപ അത് എടുക്കണ്ടേ? മനുഷ്യ സ്നേഹികളായിട്ടുള്ള 2 ആളുകളാണ് നമ്മളെ ജസ്റ്റിസും പിന്നെ നമ്മൾ ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലപ്പുറത്തുകാരനാണ്. ഞാനിപ്പോൾ ഇതിലൊരു യാത്രക്കിലാണ്. തൃശ്ശൂർ ചേട്ടാ ഊരകല്ലേ? പൂച്ചിരിപ്പാടോ? ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഈ അമ്മനെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ ഇവിടെ എവിടെയെങ്കിലും എത്തിക്കാനോ. കാരണം ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റൂല. നമ്മളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതേ കാണുള്ളൂ. ഇതമ്മേ തിന്നു പോവും. ഒക്കെ വന്ന് തിന്നു പോവും. ഞാനുണ്ടോ മോൾക്കൊന്നും? ആ ഓക്കെ 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 ഓക്കെ.